എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ബാപ്പു ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ സമയം ഏകദേശം ഒരു 9 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാപ്പു വിളിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹച്ചിക്കോയ്ക്കാണെങ്കിൽ ചെറുതായിട്ട് വയ്യ. അതായത് അവർ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ചുമക്കുകയാണെന്ന്. അതായത് ഇങ്ങനെ തൊണ്ടയ്ക്ക് എന്തോ ഉള്ളതുപോലെ ഇങ്ങനെ അവർ കക്കത്തില്ലേ, കക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുമക്കുന്നത് പോലെ. പക്ഷെ ഒന്നും വരുന്നില്ല. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കുണ്ട്, നിർത്താതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനുമായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക്. അപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഹോസ്പിറ്റലിൽ ഉറക്കത്തുള്ളൂ. ഇപ്പോൾ പകലാണെങ്കിൽ നമുക്ക് ക്ലിനിക്ക് അങ്ങനെ ഒന്നും കാണത്തില്ല. വൈകുന്നേര സമയത്ത് നമ്മൾ അവനെ സ്ഥിരം കാണിക്കുന്ന ഒരു ഡോക്ടറുടെ വീട്ടിലാണ്. അത് പക്ഷേ 5 മണി കഴിഞ്ഞിട്ടോ 4 മണി കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തേ ഉള്ളൂ. പുള്ളിക്കാരൻ അല്ലാതെ പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിവിടെ തൊട്ടടുത്ത് പഞ്ചായത്ത് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യും. അവിടെ കൊണ്ടുപോയി കാണിക്കാവുന്നതാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോകാമെന്ന്. നമ്മൾ പിന്നെ നെഗറ്റീവായിട്ട് പറയാമല്ലോ. നമ്മൾ ഈ പെറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മിക്കവാറും പഞ്ചായത്തിലൊക്കെ പോകാറുണ്ട്. അന്ന് ചെല്ലുമ്പോൾ ഡോക്ടർ ഒന്നും കാണാറില്ല. സത്യം അല്ല, അവര് പക്ഷെ ഫീൽഡ് വർക്കിന് ചിലപ്പം ഒരു ഡോക്ടറൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പശു അങ്ങനെയുള്ള വലിയ വലിയ മൃഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ എപ്പോഴും അവർക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരിങ്ങനെ പോകും, മനസ്സിലാവും. അവിടെ ചെന്ന് ചികിത്സിക്കേണ്ടതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോകും. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ പലപ്പോഴും അവിടുത്തെ ഒന്നെങ്കിൽ വേറെ ഒരു അറ്റൻഡർ ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കും നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം നമ്മള് ലൂതറൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. ബൈക്കിലൊന്നും നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓട്ടോ പിടിച്ച് അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ഡോക്ടർ കാണത്തില്ല. പിന്നെ അവിടുന്ന് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ കുറെ നാളായിട്ട് ഇവിടെ ഒരു ക്ലിനിക്കുകളിൽ തന്നെ പ്രൈവറ്റ് ആയിട്ട് ഉള്ള അത്ര എമർജൻസി ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം പോകും. വൈകുന്നേരത്താണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മിനിറ്റ് ഒക്കെ നിൽക്കേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ കുറേ ഇങ്ങനെ ഡോഗും കാറ്റും ഒക്കെ കാണും. അപ്പോൾ അവരെ ഒന്ന് നോക്കുന്ന ടൈം അത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കത്തില്ല. ചെല്ലുന്ന ആ ഒരു ക്രമത്തിനനുസരിച്ചായിരിക്കും കയറുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അവനെ കൊണ്ട് പഞ്ചായത്തിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഓട്ടോ വിളിച്ച് പോകാനേ പറ്റത്തുള്ളൂ. കാരണം ഹജ്ജിക്കോ ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ട്. അവരെ അങ്ങനെ ബൈക്കിൽ സ്കൂട്ടറിൽ ഒന്ന് വെച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 9 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പതുക്കെ ഇറങ്ങാം. 10-10:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടെ ഡോക്ടർമാരും എല്ലാവരും വരണമല്ലോ. അതുപോലെ നമ്മുടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവച്ച ഡാലിയ ഞാൻ ഇങ്ങോട്ട് തടലത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെ ബാക്കി ഉണ്ടായിരുന്ന 2 മുട്ടകളും വിരിഞ്ഞ്. അപ്പൊ അത് ആദ്യം ഉണ്ടായിരുന്ന ആ പൂ ചെറുതായിട്ട് വാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പൂ ഇത് പുതിയത് 2 എണ്ണം, ഇത് 2 എണ്ണം. അതിനകത്ത് 2 മുട്ട ഉണ്ടായിരുന്നു. അതിൽ ആ 2 മുട്ടാണ് കേട്ടോ വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ഇതിന്റെ സൈഡൊക്കെ പക്ഷെ നല്ലതുപോലെ കരിഞ്ഞ് വാടി അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ പൂ പന്നലായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദാണ്ട ഗപ്പികൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ആ ചെടി വെച്ചപ്പോഴത്തേക്കിന് അതിന്റെ ഇടയ്ക്കൊക്കെയാണ് ഗപ്പികൾ. ഇത് കാണിച്ചില്ലായിരുന്നു തോന്നുന്നു നമ്മള്, അല്ലേ? കാണിച്ചില്ല. നമ്മള് വാങ്ങിച്ച ചെടിയില്ലേ അവിടെ നമ്മുടെ വെള്ളത്തിലുണ്ടാവുന്നതെന്ന് പറഞ്ഞ് വാങ്ങിച്ച് നമ്മള് ചെടി വാങ്ങിക്കാൻ പോയടത്തുനിന്ന് വാങ്ങിച്ച ചെടിയാണ്. അപ്പൊ അതിനെ നമ്മൾ ഈ ചുമ്മാ ഗപ്പിക്കുളം ഈ ഒരു ചരുവത്തിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഗപ്പികൾ ഫുൾ ഇപ്പൊ ഇതിന്റെ ചോട്ടിലാട്ടോ. ഇതിനടി കിടന്ന് ഭയങ്കര കളിയൊക്കെയാണ്. ഇതിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. കൊണ്ടുവന്നപ്പോ വെറും 2 പേർ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ഒരു തവണ പ്രസവിച്ച്, പിന്നെ 2 തവണ പ്രസവിച്ച്, പിന്നെ കുറെ തവണ പ്രസവിച്ചു. അങ്ങനെ ഇപ്പൊ ഉള്ള കുട്ടികളാണ് ഇതെല്ലാം. നല്ല 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 മെയിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ ഇവർക്ക് ഫുഡ് കൊടുത്തില്ലായിരുന്നു. ഫുഡ് കൊടുക്കാന്ന് വിചാരിക്കുക കേട്ടോ. നമ്മുടെ ഗപ്പി ബിറ്റ് ആണ് കൊടുക്കുന്നത്. കൊടുക്കട്ടെ? അപ്പൊ അവരെല്ലാരും ചാടി വരും. നമ്മുടെ ഗപ്പിയുടെ അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ ചെടിയെ. കാരണം ബട്ടർഫ്ലൈ ചെടി നമ്മൾ ആദ്യം ഫ്രണ്ടിലായിരുന്നു വെച്ചത്. അവിടെ ഇരുന്നപ്പോ എനിക്ക് തോന്നുന്നു ആ ഷീറ്റിന്റെ അടിയിൽ നിന്ന് നല്ല ചൂടടിക്കുമ്പോ ഇതിനൊരു വാട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനെ വിടർന്ന് നിക്കത്തില്ലായിരുന്നു ഇല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ റീപോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തതല്ലേ, അപ്പൊ ചിലപ്പോ വേരൊക്കെ ഇളകിയിട്ടുണ്ടാവാം. അതുകൊണ്ടാന്ന് വിചാരിച്ച് ഞാൻ സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇവിടെ ആവുമ്പോ നല്ല ഇപ്പൊ അത്യാവശ്യം നല്ല പകൽ സമയത്തെല്ലാം ഇങ്ങനെ ആകും, രാത്രിയിൽ അങ്ങ് ഇങ്ങനെ മടങ്ങി പോകാതെ അങ്ങനെയാണ് ഈ ചെടി. അപ്പൊ ഏതായാലും ഇതിപ്പോ നല്ല രീതിക്കൊക്കെ നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് 1-2 പുതിയ ഇലയൊക്കെ കൂടെ വന്നിട്ട് ഫ്രണ്ടിലോട്ട് നീക്കി വെക്കാന്ന് വിചാരിച്ചിരിക്കുവാ ഞാൻ. കുറെ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വാങ്ങിച്ചു വെച്ച ചെടിയുടെ ഒക്കെ അപ്ഡേറ്റ് പിന്നീട് അറിയിക്കണമെന്നൊക്കെ. അതൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ഏതായാലും ഇപ്പൊ നമ്മൾ വെച്ചതല്ലേ ഉള്ളൂ. 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെയൊക്കെ അപ്ഡേറ്റ്, അപ്പോഴത്തേക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം, അല്ലേ? അതേപോലെ നമുക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഗപ്പിക്കുളം ഒക്കെ ഉണ്ടാക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ട്. അതാണ് നമ്മള് സർപ്രൈസ് എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആമ്പലൊക്കെ വാങ്ങിക്കുന്ന പിന്നെ എന്തിനാ, കുളം ഉണ്ടാക്കാനായിരിക്കും, അത് എല്ലാവർക്കും അറിയാം. പിന്നെ ചുമ്മാ അങ്ങ് സർപ്രൈസ് എന്ന് പറയുമല്ലേ. പക്ഷെ എന്തായാലും ഒരു ചെറിയ വലിയതായിട്ടൊന്നും അല്ല കേട്ടോ, ചെറിയ രീതിക്ക്. അതൊക്കെ നമുക്ക് വഴിയ വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. അതിന് വേണ്ടിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ഒക്കെ വേണം അല്ലേ. അതെ, ഇതൊക്കെ ഞാൻ കൃഷി ചെയ്തതാണ് കേട്ടോ. ഈ കണ്ടില്ലേ വെണ്ടയ്ക്കൊക്കെ കണ്ടില്ലേ, പക്ഷെ ഇതിനകത്തൊരു വെണ്ടയ്ക്കൊക്കെ കിളിച്ചിരിപ്പുണ്ട്. ആര് വെച്ചേ? ഇതെല്ലാം ഞാൻ നട്ടയാ. ശരിയാ, ഈ എന്റെ പൊന്നെ ഇവൻ കള്ളത്തരം പറയാ കേട്ടോ എല്ലാം. നീ എന്താ കംപ്ലീറ്റ് കള്ളത്തരം പറയുന്നത്? ഇതെല്ലാം ഞാൻ നട്ട വേണ്ടയാ. ഇവരെ ഒരു കരിയില പോലും നീക്കുക. സത്യം ഞാനാണ് കേട്ടോ ഇതെല്ലാം നട്ടെ. പിന്നെ മാങ്ങയാ. അപ്പൊ ഗപ്പിക്കുളത്തിന്റെ ഒക്കെ വിശേഷങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. നമുക്കിനി ഒത്തിരി നിൽക്കാൻ സമയമില്ല. ഞങ്ങൾ ഇനിയും പോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് റെഡി ആവണം. അവനെ കൊണ്ട് പോകണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഓട്ടോ വിളിക്കാൻ നമ്മുടെ വീടിനടുത്തുള്ള ആരെങ്കിലും, ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ടില്ല, വിളിക്കണം. 1-2 പേര്. എല്ലാവരും ഒന്നും ചിലപ്പോൾ പട്ടിയായിട്ട് പോകാനാവുമ്പോൾ വരത്തില്ല. നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്നൊരു ചേട്ടനുണ്ട്, പക്ഷെ ആ ചേട്ടൻ്റെ നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല. അമ്മയാണുള്ളപ്പോൾ അമ്മയായിരുന്നു പുള്ളി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് ഓൺലൈനിലില്ല. അതുകൊണ്ട് വേറെ ആരെങ്കിലും വിളിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും കളയാതെ പെട്ടെന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് പോകാം. ഞങ്ങൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്ന് പെട്ടെന്ന് സമയം കളയാതെ ഇവനെ വണ്ടിക്കകത്ത് കയറ്റി പോവായിരുന്നു. ഓട്ടോയ്ക്കകത്ത് ഞാനും ആകാശമാണ് ഉള്ളത്. അവിയാണ് സ്കൂട്ടറിൽ വരുന്നുണ്ട്. അയ്യോ തോണ്ട് ഇതൊന്നും ഇങ്ങനെ വന്ന് നടക്കുന്നത്. ഈ വണ്ടി എന്താ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടേക്കുന്നത്? ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ചെട്ടുകുളങ്ങര പഞ്ചായത്ത് മൃഗാശുപത്രി. ലൂതർ ഇവിടെ 1-2 തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഹച്ചിക്കോ ഈ ആശുപത്രിയിലോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഹച്ചിക്കോ അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ലേ? ഇന്ന് രാവിലെ എന്തോ ആഹാരം കൊടുക്കും? പറ്റിയുള്ള ഭക്ഷണം കഴിച്ചു? അല്ല സാറിന് എന്ത് കൊടുക്കും? സാധാരണ ചോറ്, പിന്നെ അതിൻ്റെ ഫുഡ്. തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ പിടിക്കേണ്ട സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ചുമയ്ക്കും, ചോക്കി ഇങ്ങനെ. എങ്ങനെ കക്കാൻ പോകുന്ന പോലെ കാണിക്കുന്നുണ്ട്. അയച്ചോ ഹച്ചി 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 ഷെയ്ക്കൻ്റെ ഒക്കെ തന്ന്
ആ കൈ കൊണ്ട് ഷെയ്ക്കേണ്ടെന്നേ. അപ്പുറത്തെ കൈ കൊണ്ട് ഗുഡ് ബൈ. അച്ചിക്കോ നീ ഇതിന് എത്ര തവണ ആശുപത്രി വന്നിട്ടുണ്ട്? അസുഖത്തിനായിട്ട് അച്ചിക്കോ ആദ്യമായിട്ട് ആശുപത്രി വരുന്നത്. അസുഖമൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. അതായത് വലിയ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, പക്ഷെ അങ്ങനൊന്നും കാണുന്നില്ല. ചെറിയ മുള്ളും എല്ലാം കുടുങ്ങിയതായിരിക്കും തൊണ്ടയിലെന്ന്. എന്താ പറഞ്ഞേ? അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കിനെ നമ്മുടെ വീട്ടിൽ നിന്നപ്പോ ഇപ്പൊ നല്ല രീതിയിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോ അവന് ഒരു കുഴപ്പമില്ല. ഡോക്ടറെ കണ്ടപ്പോ അവന്റെ അസുഖം മാറി. ഒന്നും അതായത് ഇപ്പൊ ഓട്ടോയിൽ വെച്ചുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷം അവനൊന്നും കാണിക്കുന്നില്ല. ഞങ്ങള് പറഞ്ഞു ഡോക്ടറെ ഇവന് തൊണ്ടയിൽ ഇങ്ങനെ ഇത് പക്ഷെ അത് ഇവിടെ എത്തിയിട്ട് അവനാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഒരു ഇല്ല കേട്ടോ. എനിക്കത് പോയെന്ന് തോന്നുന്നു. അതിപ്പോ പോയെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഡോക്ടർ ആണെങ്കിൽ ഒരു മരുന്ന് തന്നിട്ടുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ 2.5 ദിവസത്തേക്കാണ്. ഇത് 5 കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കുറയ്ക്കാം? എന്താ പ്രശ്നം? എന്താ അവിടെ എന്താ നിന്റെ തൊണ്ടയ്ക്ക്? ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്താണ്. അച്ചിക്കോ ഞങ്ങളെ പ്രാങ്ക് ചെയ്താ. എനിക്ക് തോന്നി ഇവനെ കറങ്ങാൻ വേണ്ടിയുള്ള അടവാണ്. ഓട്ടോയെ വിളിച്ച് വന്നേ കണ്ട. ഓട്ടോയ്ക്കകത്ത് കാഴ്ച കണ്ടോണ്ടിരിക്കും. ഓട്ടോമാമ വെയിറ്റിംഗ്. പോവാം. നീ അവിടെ ചെന്നിട്ട് നീ അടവെടുക്കോടാ. നമ്മൾ തിരിച്ചു താണ്ട വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഡോക്ടറെയൊക്കെ കണ്ട്. ഇത് നമ്മുടെ വേണുമാമനാണ്. നമ്മുടെ എല്ലാ വീഡിയോയും കാണുന്നതാണ് കേട്ടോ. മാമാ എന്തുണ്ട് വിശേഷം? അതെ, എല്ലാ വീഡിയോ കാണുന്നില്ലേ? ഞങ്ങളുടെ പറഞ്ഞല്ല, എല്ലാവരുടെയും കാണില്ലേ? യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോ കാണുന്നില്ലേ? നമ്മള് പൊതുവെ എല്ലാം കാണും. എന്റെ ഫാമിലിയിൽ എല്ലാവരും എല്ലാ വീഡിയോയും കാണും. അതെ, അപ്പോൾ നമ്മൾ വേണുമാമന്റെ ഓട്ടോയിലാണ് വന്നത്. ഇനിയിപ്പോ തിരിച്ചു പോവാം. ദേ ഇവിടെ വെച്ച് ഇരിക്കുന്നു. പോവാം. എന്തായാലും അസുഖം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും അച്ചിക്കോ ഇന്നത്തെ ഓട്ടോ റൈഡ് നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വരുന്നപ്പോഴും എല്ലാം ഇങ്ങനെ കാഴ്ചകൾ കണ്ടോണ്ടിരിക്കുവാണേ. ആകാശ് ഇരിക്കുന്ന ആ സൈഡിലായതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയ സമയത്ത് അവന്റെ മണ്ടയ്ക്കൊന്നും ഇറങ്ങിയില്ല. അവന്റെ മടി കയറിയെന്ന് ഇവരിങ്ങനെ കാഴ്ച കാണുമായിരുന്നു. പിന്നെ എന്തേ അവന്റെ മടി കയറി ഇരിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇഞ്ചക്ഷൻ ഒക്കെ നേരത്തെ ചെയ്തതാ. അവന് യാത്ര ചെയ്ത് മതിയായില്ല. അവന് ഓട്ടം പോയി. അച്ചിക്കോ ഓട്ടം പോയി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ച്. ഹച്ചിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടറിന്റെ അടുത്ത് എത്തിയപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. ചുമച്ചോ? ഇതുവരെ ചുമച്ചില്ലടാ. ഇതുവരെ ചുമച്ചിട്ടൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഗുളിക തന്നിട്ടുണ്ട്. അപ്പൊ ഗുളിക കൊടുക്കാൻ പോവാണ്. ഇത് തേൻ അത് കലക്കി കൊടുക്കാൻ പറഞ്ഞു. അതെ, അപ്പം തേനും മേടിച്ചിട്ടുണ്ട്. ഒരു ഗുളിക മുമ്പേ കാണിച്ചില്ല, അതുകൊണ്ട്. അപ്പൊ ഇനി നമുക്ക് കൂടുതലൊന്നുമില്ല കേട്ടോ. കുറച്ചെന്തെങ്കിലും ഉണ്ടോ? എന്ത് കാണിക്കുന്നത്? അച്ചിക്കോ തേൻ കഴിക്കും കേട്ടോ. എന്തായാലും ഇവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഇനിയിപ്പോ നമുക്ക് ഇവരെ വീട്ടിൽ കൊണ്ടുവിടാം. കാരണം ഇപ്പൊ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. അവൻ കുറെ നേരം കൊണ്ട് ഇങ്ങനെ ചൂടത്ത് തന്നെ നിൽക്കുവാ. അച്ചിക്കോയെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് കുഴപ്പമൊന്നും ഇല്ലെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവനെ വീട്ടിൽ കൊണ്ട് വിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരിടത്ത് പോകണമായിരുന്നു കേട്ടോ. അത് ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി ഞങ്ങളിപ്പോൾ പോയിട്ട് തിരിച്ചെത്തിയതേ ഉള്ളൂ. ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. 7 മണിയായി ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ. അവന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി കേട്ടോ. കാരണം ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിന്റെ കൂടുതൽ കാണിക്കാം. അവനാണെങ്കിൽ ബാപ്പു ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് അയച്ചു വന്ന് നിർത്താൻ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഛർദ്ദിക്കാൻ അങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ കക്കി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുന്ന പോലെ അങ്ങ് ചുമയ്ക്കുകയാണ് നിർത്താതെ. അപ്പം ഞങ്ങളും പേടിച്ചു പോയി, എന്തുവാ തൊണ്ടയ്ക്ക്
പക്ഷെ അവന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇന്നിപ്പോ വൈകിട്ടായി, ഞങ്ങൾ ചോദിച്ചു, അവൻ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, വേറെ ഒന്നും ഇല്ല, എന്തെങ്കിലും മുള്ളോ അങ്ങനെയുള്ള സാധനമൊക്കെ കുടുങ്ങിയതായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന്. പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും ശരിയല്ല. കാരണം നമുക്ക് ഇപ്പം എനിക്കൊരു അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, പക്ഷെ അവർക്കൊക്കെ ആകുമ്പോൾ അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പൂച്ചയുടെ കാര്യമാണെങ്കിലും പട്ടിയുടെ കാര്യമാണെങ്കിലും അങ്ങനെ വെച്ച് താമസിപ്പിക്കാറേ ഇല്ല. നമ്മൾ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ സൊല്യൂഷൻ കാണാൻ എപ്പോഴും ഞങ്ങൾ ശ്രമിക്കും കേട്ടോ. പിന്നെ അല്ല ഒന്നേ ഞങ്ങള് അല്ലെ ബാപ്പു ആരെങ്കിലും ഒക്കെ എന്തായാലും ആശുപത്രി കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. കാരണം അവർക്ക് എന്താണെന്ന് നമുക്ക് പറഞ്ഞു അതറിയത്തില്ലല്ലോ. അപ്പൊ എന്തായാലും അവനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവന് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അവനിപ്പോ ഹാപ്പി ആയിട്ടിരിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. മറ്റേ നേരത്തെ കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കുമായിരുന്നു. എനിക്ക് അറിയത്തില്ല ഇനി അവൻ ഞങ്ങള് പറഞ്ഞതുപോലെ അടവെടുത്തതാണോ എന്ന് അറിയത്തില്ല, അവർ കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് ഓട്ടോയിൽ അങ്ങോട്ട് പോയപ്പോൾ പോലും അവൻ ചുമക്കുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം അവന് ചുമക്കുകയും വേണ്ട, ഒന്നും വേണ്ട, അവന് ഒരു കുഴപ്പമില്ലാത്തവർ അവിടെ എല്ലാം നടന്നത്. പക്ഷെ എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തുവരെ അറിയാം, ആ ഡോക്ടർ ഇപ്പോൾ തുണി കെട്ടിയില്ലേ അവന്റെ വായിൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഞാൻ വിചാരിക്കും ഹച്ചിക്കോ ഭയങ്കര വിരളിയാണ്, അവൻ അത്രയും നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുമെന്ന് ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് വായൊന്ന് പിടിച്ച് കെട്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിക്കോ ഹച്ചിക്കോയോ വാ കെട്ടാനോ നിൽക്കത്തില്ലെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ എങ്ങനെയോ കെട്ടി. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ അവൻ സഹകരിച്ചു കേട്ടോ. അതിനൊക്കെ ബഹളം ഉണ്ടായിരുന്നു. അതിപ്പോ കിടത്തി കഴിഞ്ഞപ്പോ വായൊക്കെ പിടിച്ച് കെട്ടുമ്പോ ഏത് പട്ടിയാണെന്നുണ്ടെങ്കിലും ഒന്ന് ഇതാവും, എന്തോ ചെയ്യാൻ പോവാ, അങ്ങനെ ഒരു വെപ്രാളം കാണുമല്ലോ. എന്തായാലും അവൻ ഞങ്ങൾ പ്രതീക്ഷയെക്കാട്ടി കൂടുതൽ അടങ്ങി ഒതുക്കിയൊക്കെ നിന്ന്, അത് വലിയൊരു കാര്യം കേട്ടോ. സത്യം ഞാൻ അത്രയും അവൻ അങ്ങനെ നിന്ന് തരുമെന്ന് വിചാരിച്ചതല്ല. എന്തായാലും അതെല്ലാം കഴിഞ്ഞു, ഇപ്പൊ സന്തോഷം. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അവന് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ കുറെ പേര് നമ്മുടെ മെയിൻ ചാനലിൽ എന്ന് വീഡിയോ വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വരും. ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കുവാണ്. ബ്രേക്ക് എടുത്തിട്ട് പൂർണ്ണമായിട്ടും ശക്തമായിട്ട് നമ്മൾ ഉടനെ തിരിച്ചു വരും. വീട്ടിലെ കുറെ കണ്ടന്റുകളൊക്കെ നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇനിയും ചെയ്യണം. ഞങ്ങൾ ഷൂട്ടിംഗ് ഒക്കെ ചെറിയ രീതിക്ക് തുടങ്ങിയിട്ടുമുണ്ട്. പിന്നെ നമ്മളൊരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒരു 3-4 വീഡിയോ എല്ലാം ഷൂട്ടിംഗ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോ ഞാൻ ശക്കരയുടെയൊക്കെ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, അവളുടെ ക്യാമറ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പൊ നമ്മളാണ്. അതെല്ലാം എന്തായാലും ഉടനെ തന്നെ കുറെ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ട് നമ്മുടെ മെയിൻ ചാനലിലൊക്കെ എന്താ വീഡിയോ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒന്ന് പറയുന്നത്. ഉടനെ തന്നെ അത് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയുള്ളായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഇനി ഹച്ചിക്കോടെ ഒരു അപ്ഡേറ്റ് എന്തായാലും 2-3 ദിവസം കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അവൻ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, അതൊക്കെ ഞാൻ പറയാം. ഇപ്പൊ എന്തായാലും 2 ദിവസം കഴിയട്ടെ, എങ്ങനെയുണ്ടെന്നൊക്കെ ഒരു ഇതാവട്ടെ. അപ്പൊ എന്തായാലും പറയുന്നതായിരിക്കും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.